42 بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. قال تعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يجتبي إليه من يشاء ويهدي إليه من ينيب. اللهم انفعنا بالقرآن الكريم وارفعنا بالآيات والذكر الحكيم. وبعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരെ, തേങ്ങാപട്ടണം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഹാജ മഹീനുദ്ദീൻ ചിശ്തി അവരുടെ ആണ്ടിന്റെ ഓർമ്മകൾ, ബഹുമാനപ്പെട്ട ഖത്തീബ് സയ്യിദ് മൗലവി, കമ്മിറ്റി മെമ്പർ അയ്യൂബ് ഖാൻ, ഹസൻ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് സാക്ഷ്യം വഹിക്കപ്പെട്ട അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ ഖുർആൻ അംഗീകരിച്ച വ്യക്തിത്വങ്ങൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആന്റെ സാക്ഷി. അലാ, അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടമില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അതിൽ ഔലിയാക്കൾ ഒരുപാട് തരമാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ. ചില ഔലിയാക്കളെ അവർക്ക് തന്നെ അറിയില്ല ഔലിയാണെന്ന്. അള്ളാഹു തെരഞ്ഞെടുക്കും ചില സാലിഹ്യങ്ങളെ. നബിമാരെ പോലല്ല ഔലിയാക്കൾ. നബിമാരെ അള്ളാഹ് പറയും നീ നബിയാണെന്ന്. കാരണം നബിക്ക് അല്ലാഹു തആല പഠിച്ചു കൊടുക്കുന്നതൊക്കെ ജനങ്ങൾക്ക് പഠിച്ചു കൊടുക്കണം. ഔലിയാക്കൾക്ക് അതില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് അവര്. അതിൽ ആലിമീങ്ങളുണ്ട്, ആബിദീങ്ങളുണ്ട്, ഒരുപാട് തരം ആളുകൾ ഔലിയാക്കൾ ഉണ്ടാവും. ആരാണ് വലി? അൽ വലിയ്യു മൻ തവാലത് തആതുഹു. ഖുനൂത്തിൽ നമ്മൾ ഓതുന്നില്ലേ, വതവല്ലനി ഫീമൻ തവല്ലൈത്, അല്ലാഹ് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, നീ ഒരുപാട് ആളുകളുടെ കാര്യങ്ങളെ നീ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നില്ല റബ്ബേ, അക്കൂട്ടത്തിൽ എന്നെ പെടുത്തണേ എന്നാണ് പറഞ്ഞത്. അതിൽ ഒരു കൂട്ടം ഔലിയാക്കൾ അള്ളാഹുവിന് വഴിപ്പെടലിൽ കൂടി അള്ളാഹുവിന്റെ രക്ഷയിലായിട്ട് പ്രത്യേകമായിട്ട് മാറിയവർ. അതെയാണ് ഖുർആൻ പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ. ഔലിയാക്കളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും? ഖുനൂത്ത് ഓതുമ്പോ വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, നീ ദുനിയാവിൽ ഒരുപാട് എല്ലാവർക്കും അല്ലാഹു ആഹാരം കൊടുക്കുന്നു. റഹ്മാനാണ് റബ്ബ്, എല്ലാവർക്കും ആഹാരം കൊടുക്കും. അല്ലാഹ് ഉണ്ടെന്ന് പറയുന്നവനും അല്ലാഹ് ഇല്ലെന്ന് പറയുന്നവനും നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും അല്ലാഹ് ആഹാരം കൊടുക്കും. എന്നാൽ അതിലൊരു കൂട്ടം ആളുകളെ വതവല്ലനി ഫീമൻ തവല്ലൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത്, രണ്ട് ദുആയാണത്. അല്ലാഹുവേ, എന്റെ കാര്യങ്ങളെ നീ തന്നെ മേൽനോട്ടം വഹിക്കണം. ഇജ്അൽനി മഅമൻ തവല്ലൈത്, നീ മേൽനോട്ടം വഹിക്കുന്ന ആളുകളുണ്ട്, അക്കൂട്ടത്തിൽ എന്നെ പെടുത്തണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുന്ന ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുന്ന ദുആ, ബിസ്മിക റബ്ബി വദഅതു ജംബി.
അള്ളാഹുവേ നിന്റെ നാമം കൊണ്ട് ജമ്പ് ജമ്പ്, കയ്യും കാലും. എനിക്കിപ്പോ കയ്യും കാലുമാ പൊങ്ങുന്നത്, തടി പൊങ്ങൂല, തടി പൊങ്ങൂല. സയൻസ് പറയുന്നില്ല, അല്ല കാക്കട്ടെ. ഒരു കൈ പാരലൈസ് ആയി പോയാൽ എണീക്കാൻ പ്രയാസമില്ല, അല്ല കാക്കട്ടെ. ആമീൻ പറയും. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ. രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ഏതാ? തടിയെ. തടി തന്നെ തന്നെ പൊങ്ങൂല. തഹജ്ജുദ് നമസ്കരിക്കുന്ന സഹോദരിമാര്, തഹജ്ജുദ് നമസ്കരിക്കുന്ന സഹോദരിമാര്, സ്വർഗത്തിന്റെ അഹ്ലുകാര് താമസിക്കുന്ന വീടാണ് തഹജ്ജുദ് നമസ്കരിക്കുന്ന സഹോദരിമാരുള്ള വീട്. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. تتجافى جنوبهم. രാത്രി കൈ ഉയരണം, കാലുയരണം. അല്ല പറയുന്നു അവരുടെ കൈകൾ ജുനൂബ്, പാർശ്വങ്ങൾ ഫ്ലൈറ്റിന്റെ പ്രാപ്പല്ലർ പോലെ രാത്രി അവരുടെ കാലുകളും കൈകളും അനങ്ങും. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ വാക്ക് നോക്കൂ. രാത്രിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുന്നവര് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, കിടക്കയിൽ നിന്നും കാലനങ്ങും. ഈ തടി നെഞ്ചനങ്ങൂല, കയ്യും കാലും. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പാതിരാക്ക് അവരെണീക്കും. നിങ്ങൾ പാതിരാക്ക് എണീക്കരുത് എന്റെ സഹോദരിമാർ, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, ഔലിയാക്കളെ കുറിച്ച് പഠിക്കാൻ വന്നിരിക്കുന്ന സഹോദരിമാർ. സ്ത്രീകളുടെ ശബ്ദം, തഖ്വയുള്ള പെണ്ണിന്റെ ശബ്ദം പുരുഷന്റെ ശബ്ദത്തിനേക്കാളും അള്ളാഹുവിലേക്ക് വേഗമെത്തും. പുരുഷനെക്കാളും അള്ളാഹുവിലേക്ക് അടുപ്പം സ്ത്രീകൾക്കുണ്ടാവും. എന്താണ് തെളിവ്? അഖ്റബു മാ തകൂനുൽ മർഅ മാ റബ്ബിഹാ ഫീ ഖഅരി ബൈതിഹാ. ആണുങ്ങള് പള്ളിയിൽ ചെന്ന് മെഹ്റാബിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അതുപോലത്തെ സ്ഥാനം പെണ്ണുങ്ങള് വീട്ടില്, അവളുടെ വീട്ടിന്റെ അകത്ത് ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവുമായിട്ട് അടുക്കുന്നവളാണ് പെണ്ണ്. അഖ്റബു മാ യകൂനുൽ മർഅ അഖ്റബു മാ തകൂനുൽ മർഅ നോക്കൂ, ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ. അല്ലാഹു തആല പെണ്ണുങ്ങൾക്ക് ഇബാദത്തിനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. വീട്ടിന്റെ പ്രകാശമായ ഭർത്താവ് മെഹ്റാബിന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ലഭിക്കാത്ത ആ അനുഗ്രഹം വീട്ടിന്റെ അകത്ത് നമുക്ക് ലഭിക്കും. അഖ്റബു മാ തകൂനുൽ മർഅ മാ റബ്ബിഹാ ഫീ ഖഅരി ബൈതിഹാ. എല്ലാവരോടും ഞാൻ പറയും, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെ പറന്നെത്തിയതല്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ, ബിസ്മിക റബ്ബി വദഅതു ജംബി. അള്ളാഹുവേ, എന്റെ കൈകളും കാലുകളും എന്റെ ശരീരവും ഞാനിതാ കിടക്ക മയ്യത്ത് പോലെ കിടക്കാൻ പോവുകയാണ്. നിന്റെ നാമം കൊണ്ടാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. വബിക അർഫഉഹു. രാവിലെ ഞാൻ എണീക്കുമ്പോൾ നിന്റെ നാമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. സുബ്ഹാനല്ലാഹ്. രാവിലെ എണീക്കുമ്പോ മരണത്തെ ഓർക്കും, രാത്രി ഉറങ്ങുമ്പോ മരണത്തെ ഓർക്കും. ബിസ്മിക റബ്ബി വദഅതു ജംബി. നിന്റെ നാമം കൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ ഇതാ വദഅതു ഹത്തൈതു, ഞാനിതാ ഇട്ട് വളച്ചു, ഇട്ട് തറയിലിട്ടതുപോലെ മയ്യത്ത് പോലെ കിടക്കാൻ പോവാണ്. അപ്പൊ പറയാതെ റബ്ബിനോട്, വദഅതു ജംബി വബിക അർഫഉഹു. നാളെ രാവിലെ ഞാൻ എണീക്കുമ്പോ നിന്റെ പേരും പറഞ്ഞുകൊണ്ട് എണീക്കും. എന്നിട്ടൊരു ദുആ, അല്ലാഹുമ്മ ഇൻ അർസൽതഹാ, അല്ലാഹുമ്മ ഇൻ അർസൽതഹാ. നാളെ രാവിലെ, ഇന്ന് രാത്രി എന്റെ റൂഹിനെ നീ പിടിച്ചെന്ന് വരാം റബ്ബേ. എത്ര പേര് ഓപ്പറേഷൻ ചെയ്യുന്നു, അതിനുശേഷം ബോധം തെളിയുന്നില്ല. രാത്രി ഉറങ്ങുന്നവന്റെ റൂഹി അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. സഹോദരിമാരെ, ഈ ലോകത്തൊരു പൊന്നു മോനുമില്ല ഉറങ്ങുമ്പോ ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞവനില്ല. അന്നൗമു അഖുൽ മൗത്ത്. ഉറക്കം മരണത്തിന്റെ
ഇൻ അർസൽതഹാ ഫഹ്ബദുഹു കമാ തഹ്ബദു ബിഹി ഇബാദക സ്സാലിഹീൻ. നാളെ രാവിലെ എന്റെ റൂഹിനെ നീ തിരിച്ചു തന്നാൽ നീ കാത്തു സൂക്ഷിക്കുന്ന, നീ പ്രത്യേകമായിട്ട് നോക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അക്കൂട്ടത്തിൽ നീ എന്നെ പെടുത്ത്. ഔലിയാക്കൾ. ഞാൻ പറഞ്ഞു വന്നത്, ഏതായാലും ഔലിയാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് അടുക്കലാണ് വിലായത്തിന്റെ ഭാഗം.